നമസ്കാരം. പൊതുജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയാണ് പറവൂർ MLA ആയ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള പോരാട്ടത്തിൽ സതീശനേക്കാൾ സീനിയറായ നേതാക്കൾ ഉണ്ടായിട്ടും അവരെ അവഗണിക്കേണ്ടി വന്നു ഹൈക്കമാൻഡിന്. സഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിന്റെ ഒറ്റാൾ പോരാട്ടമായിരുന്നു VD സതീശൻ. ഒരു തവണ പോലും മന്ത്രിയാകാതെയാണ് സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 2021 കനത്ത പരാജയത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് സതീശൻ പ്രതിപക്ഷ നേതാവായി എത്തുന്നത്. അന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്ന് സതീശൻ എന്ന പേര് ആത്മവിശ്വാസത്തിൻ്റെത് കൂടിയായി മാറുകയാണ്. പ്രതിപക്ഷ നേതാവായി 5 വർഷത്തിനുള്ളിൽ UDFനെ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയായി മാറ്റിയെടുക്കാൻ സതീശന് സാധിച്ചു. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, ഭരണപരമായ വീഴ്ചകൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയത്തിൽ കോൺഗ്രസ് തങ്ങളുടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അണികളെ ഊർജ്ജസ്വലരാക്കുന്നതിലും കൂടുതൽ ഐക്യമുള്ള ഒരു പ്രതിപക്ഷ വേദി അവതരിപ്പിക്കുന്നതിലും സതീശൻ വലിയ തോതിൽ അധ്വാനിച്ചു. ആ നേതൃപാടവത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. കഠിനാധ്വാനത്തിലൂടെയും വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കാനുള്ള മികവിലൂടെയും കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തെത്തിയ നേതാവാണ് സതീശൻ. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരള മുഖ്യമന്ത്രി എന്ന പദവിയിലെത്തി നിൽക്കുമ്പോൾ അത് പൊരുതി നേടിയ വിജയങ്ങളുടെ കൂടി കഥയാണ്. എല്ലാം തളികയിൽ വെച്ച് കിട്ടിയ നേതാവല്ല സതീശൻ. കോൺഗ്രസിലെ പതിവ് രീതി അനുസരിച്ച് മക്കൾ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന വ്യക്തിയുമല്ല. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഓരോന്നും എതിരാളികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്താണ് അദ്ദേഹത്തിന്റെ വളർച്ച ആരംഭിക്കുന്നത്. അതുവരെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന പറവൂർ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു VD സതീശൻ നിയമസഭാ രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുന്നത്. 1996 പറവൂർ മണ്ഡലത്തിൽ സതീശന് സീറ്റ് ലഭിച്ചത് യുവാക്കൾക്ക് പ്രാധാന്യം നൽകാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. VD സതീശന്റെ പേര് അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിർദ്ദേശിച്ചതും രാഷ്ട്രീയ ഗുരുവായി സതീശൻ വിശേഷിപ്പിക്കുന്ന G കാർത്തികേയനായിരുന്നു. KSUവിലും NSUവിലും സതീശൻ കാഴ്ചവെച്ച പ്രവർത്തന മികവ് കണക്കിലെടുത്തായിരുന്നു അദ്ദേഹം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അക്കാലത്ത് എറണാകുളം ജില്ലയിലെ പറവൂർ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPIയുടെ ഉറച്ച കോട്ടയായിരുന്നു. പുതുമുഖങ്ങളെയും യുവാക്കളെയും ഇറക്കി ഇത്തരം കോട്ടകൾ പിടിച്ചെടുക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് സതീശനെ ഇറക്കിയത്. അതുമാത്രമല്ല, തോൽക്കുന്ന സീറ്റിൽ നിൽക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല. 96 കന്നിയംഗത്തിൽ സതീശനെ 1116 വോട്ടിനാണ് P രാജു അന്ന് പരാജയപ്പെടുത്തിയത്. അന്ന് അവസാന വട്ടം വരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചാണ് VD സതീശൻ തോറ്റത്. തോറ്റു കഴിഞ്ഞിട്ടും മണ്ഡലം കേന്ദ്രീകരിച്ച് സതീശൻ പ്രവർത്തനം തുടർന്നു. അത് ഫലം കണ്ടു. തുടർന്നുള്ള കാലം പറവൂരിൽ ത്രിവർണ്ണ പതാകയല്ലാതെ മറ്റൊന്നും പാറിയിട്ടില്ല. 2001 അദ്ദേഹം നിയമസഭയിൽ ആദ്യമായി എത്തി. അതിനുശേഷം 2006, 2011, 2016, 2021 വർഷങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം വിജയം ആവർത്തിച്ചു. ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 25 വർഷമായി പറവൂർ മണ്ഡലത്തെ കോൺഗ്രസ് കോട്ടയാക്കുകയായിരുന്നു. KSUവിലും യൂത്ത് കോൺഗ്രസിലുമെല്ലാം തിളങ്ങുന്ന നക്ഷത്രമായിരുന്നെങ്കിലും അർഹതപ്പെട്ട KSU യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവികളും 2011 ഉറപ്പിച്ച മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. 2011 മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ പലപ്പോഴായി കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതിപ്പോയ സ്ഥാനമാനങ്ങൾക്കൊടുവിൽ കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രി എന്ന പദവി അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ്. വിവാദങ്ങളെ വസ്തുതകൾ കൊണ്ട് നേരിടുന്ന സതീശൻ ശൈലി കേരളത്തിന്റെ വികസന കാര്യങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.